ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ബാംഗ്ലൂർ ഉണർവിൽ സംഭവിച്ചത് ഏപ്രിൽ മാസം 19-ാം തീയതി ബാംഗ്ലൂരിൽ പൊട്ടിപ്പുറപ്പെട്ട ഹോളി സ്പിരിറ്റിൽ സംഭവിച്ച ചില കാര്യങ്ങൾ വിശദീകരിക്കുവാൻ ഈ നല്ല നിമിഷങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു. വളരെ ആരോഗ്യപരമാകുന്ന നിലയിൽ ഇങ്ങനെയുള്ള പരിശുദ്ധാത്മാ ചലനങ്ങളെ കാണുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവർക്ക് ഉപകാരമായി തീരുവാൻ വേണ്ടിയാണ് ഞാൻ ആ ഉണർവിലെ ചില സംഭവങ്ങൾ വിശദീകരിക്കുന്നത്. ഉണർവെന്ന് പറയുമ്പോൾ അത് ജീവനെയാണല്ലോ പുറപ്പെടുവിക്കുന്നത്. ഒരു പുതുമയാണ് അവിടെ വെളിപ്പെടുന്നത്. ഒരു മാറ്റം വളരെ വ്യക്തമായിട്ട് ഏത് തരത്തിലുള്ള ഉണർവിലും നമുക്കൊരു മാറ്റം കാണുവാൻ കഴിയുന്നു. ബൈബിൾ അടിസ്ഥാനത്തിൽ നമ്മൾ ഉണർവ് എന്ന് പറയുമ്പോൾ അതിൽ അർത്ഥമാക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് ദൈവകാര്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ ഉണർത്തപ്പെടുന്നു, എന്നെപ്പോലെ അനേകർ ഉണർത്തപ്പെടുന്നു. അത് ഒരു ഉണർവാണ്. അത് കൂട്ടമായിട്ട് സംഭവിക്കുമ്പോൾ നമുക്കതിനെ ഒരു റിവൈവൽ എന്ന് വിളിക്കുവാൻ കഴിയും. കൂടുതൽ യേശുവിനെ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നു, യേശുവിനോടടുത്ത് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു, യേശുവിൻ്റെ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാനുള്ള ഒരു വലിയ തീവ്രമാകുന്ന തീരുമാനമുണ്ടാകുന്നു. ഇതെല്ലാം ഉണർവിൽ അടങ്ങിയിരിക്കുന്നു. ബൈബിൾ അടിസ്ഥാനത്തിലുള്ള ഉണർവിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ദൈവകാര്യങ്ങളുമായുള്ള ബന്ധത്തിൽ നാം ഉണർത്തപ്പെടുന്നു. ദൈവകാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അത് ഒരു വ്യക്തിപരമാകുന്ന ഉണർവിൻ്റെ തുടക്കമാണത്. ഒരു കൂട്ടത്തിന് നടുവിൽ സംഭവിക്കുമ്പോൾ നമുക്കതിനെ ഉണർവ് എന്ന് വിളിക്കാൻ കഴിയും. വ്യത്യസ്തമാകുന്ന അഭിപ്രായങ്ങൾ കാണും, വ്യത്യസ്തമാകുന്ന നിർവചനങ്ങളും കാണും. ഉണർവെന്നൊരു വാക്ക് ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. റിവൈവൽ എന്ന പദം നമുക്ക് ബൈബിളിൽ സെർച്ച് കൊടുക്കുകയാണെങ്കിൽ റിവൈവൽ എന്ന ഒരു വാക്ക് പൂർണ്ണമായിട്ടും കാണാൻ കഴിയുന്നില്ല. റിവൈവലിന് തുല്യമാകുന്ന വാക്ക് റിവൈവ് എന്ന് വരുമ്പോൾ തന്നെ അത് റിവൈവലിനെയാണ് കാണിക്കുന്നത്. എന്നാൽ പൊതുവിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ റിവൈവൽ എന്ന ഒരു വാക്ക് ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ നടന്നത് ഉണർവല്ലേ? വലിയ ഉണർവാണ്. അപ്പോസ്തലപ്രവൃത്തി 8-ാമത്തെ അധ്യായത്തിൽ നടന്നത് ഉണർവല്ലേ? അപ്പോസ്തലപ്രവൃത്തി 10-ാമത്തെ അധ്യായത്തിൽ നടന്നത് ഉണർവല്ലേ? അപ്പോസ്തലപ്രവൃത്തി 19-ാമത്തെ അധ്യായത്തിൽ നടന്നത് ഉണർവല്ലേ? അപ്പോസ്തലപ്രവൃത്തിയിൽ തന്നെ നമുക്ക് അനേകം ഉണർവുകൾ കാണുവാൻ കഴിയുന്നു. ആ ഉണർവുകളെല്ലാം വ്യത്യസ്തമാണ്. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഇസ്രായേലിൽ ഒരു വലിയ ഉണർവാണ് സംഭവിക്കുന്നത്. അതുവരെ ദൈവത്തിൽ നിന്ന് വളരെ അകന്ന് ആയിരുന്ന ചില പാരമ്പര്യ രീതികളിൽ ദൈവത്തെ അന്വേഷിച്ചിരുന്ന ജനം അവർ ദൈവത്തിലേക്ക് തിരിയുകയും ഇസ്രായേലിൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിലൂടെ അവർ ദൈവത്തിലേക്ക് അടുത്തു വരികയും ചെയ്ത ആയിരങ്ങൾ യേശുവിൻ്റെ അരികിൽ വന്ന് ദൈവത്തിൻ്റെ വചനം കേട്ട അത്ഭുതകരമാകുന്ന ഒരു ഉണർവായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ സംഭവിച്ചത്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണർവുകൾ സംഭവിക്കുന്നു. മുൻകാലങ്ങളിൽ അസൂസയിൽ ഉണർവ് സംഭവിച്ചു. അസൂസ സ്ട്രീറ്റ് ഉണർവ് എന്ന് പറയുന്നത് പെന്തക്കോസ്ത് കഴിഞ്ഞാൽ 2-ാം പെന്തിക്കോസ്ത് എന്ന് വിളിക്കുവാൻ കഴിയുന്ന ഒരു ഉണർവായിരുന്നു. അതിനു മുന്നമേ വെയിൽസ് റിവൈവൽ നടക്കുകയുണ്ടായി. അങ്ങനെ ഒരുപാട് റിവൈവൽസ് ലോകവ്യാപകമായി നടന്നിട്ടുണ്ട്. അനേകം ഗ്രേറ്റ് അവേക്കനിങ്സ് നടന്നിട്ടുണ്ട്. ചാൾസ് ഫിന്നിയുടെ സമയത്ത് നടന്നത് ഒരു വലിയ പരിശുദ്ധാത്മ ചലനമായിരുന്നു, ഒരു വലിയ ഉണർവായിരുന്നു. ഓരോ പുതിയ ഡിനോമിനേഷൻസും വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, അതെല്ലാം ഉണർവുകളുടെ ഫലമാണ്. പ്രെസ്ബിറ്റേറിയൻ ചർച്ച് ആരംഭിച്ച സമയത്ത് അതൊരു ഉണർവിൻ്റെ ഫലമായിരുന്നു, ഒരു റിസൾട്ടായിരുന്നു. ബാപ്റ്റിസ്റ്റ് ചർച്ച് ആരംഭിച്ചപ്പോൾ അതൊരു ഉണർവിൻ്റെ റിസൾട്ടായിരുന്നു.
അസൂസ കഴിഞ്ഞപ്പോഴേക്കും പെന്തക്കോസ്റ്റൽ മൂവ്മെൻറ്റ് വരുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് അസൂസയിൽ നിന്ന് ആ ഉണർവിൻ്റെ ഫലമായിട്ട് സ്ഥാപിതമായ ചേർച്ചാണ്. അങ്ങനെ അനേകം ചേർച്ചുകളുടെ സ്ഥാപനത്തിൽ ആരംഭത്തിൽ നമുക്ക് ഉണർവുകൾ കാണുവാൻ കഴിയുന്നുണ്ട്. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒരു ചടങ്ങായിട്ട് മാറി. അങ്ങനെയുള്ള ആരാധനാലയങ്ങളിൽ കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവർക്കൊന്നും അനുഭവിക്കുവാൻ കഴിയത്തില്ല. എല്ലാം ഒരു വരണ്ട നിലയിലേക്ക് പോകുകയും സർദസിലെ സഭയോട് പറയുന്നത് പോലെ മരിച്ചൊരവസ്ഥയിലേക്ക് പോവുകയാണ്. ഒരിക്കൽ ഉണർവ് അനുഭവിച്ച ആ ചേർച്ചുകൾ ചാവാറായ ശേഷിപ്പുകൾ മാത്രം ഉള്ള സഭകളായിട്ട് മാറുകയാണ്. സർദസിലെ സഭയോട് അതാണ് ദൂത് പറയുന്നത്, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഇത് ഉണർവിന് നല്ല കൃത്യമാകുന്നൊരു വചനമാണ്. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. അപ്പോൾ ഉണർവിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാകുന്നു തണുത്തുറഞ്ഞ അനുഭവത്തിലേക്ക് പോയ, ജീവൻ നഷ്ടപ്പെട്ട അങ്ങനെയുള്ള വ്യക്തികളെയും സഭകളെയും ഒക്കെ പരിശുദ്ധാത്മാവിന് ഉണർത്തുവാൻ കഴിയും. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ബാംഗ്ലൂരിൽ എന്താണ് സംഭവിച്ചത്? ഏപ്രിൽ മാസത്തിൽ ബാംഗ്ലൂരിൽ ഹോപ്പ് ഇൻ ജീസസ് ചർച്ചിൻ്റെ പാസ്റ്റർ അനീഷ് ബനോ സ്റ്റീഫൻ അദ്ദേഹത്തിൻ്റെ ചേർച്ചിൽ 21 ദിവസ പ്രാർത്ഥനകൾ ആരംഭിക്കുകയുണ്ടായി. ഏപ്രിൽ മാസം ആരംഭ ആഴ്ചയിൽ അത് ആരംഭിച്ചു. അത് 21-ാം തീയതിയാണ് പൂർത്തിയാകുന്നത്. അങ്ങനെ ആ ചേർച്ചിൽ ഉപവാസ പ്രാർത്ഥന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ 2-ാം ആഴ്ചയിൽ ഞാനും കടന്നു ചെന്ന് അവിടെ ശുശ്രൂഷിക്കുകയുണ്ടായി. 12, 13, 14 അവിടെ ഞാൻ ശുശ്രൂഷിക്കുകയുണ്ടായി. 18 മുതൽ ശുശ്രൂഷിക്കേണ്ടത് പാസ്റ്റർ റൈസൺ തോമസ് അവറുകളായിരുന്നു. പാസ്റ്റർ റൈസൺ തോമസ് അവറുകൾ 18-ാം തീയതി ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ തന്നെ വളരെ ഉയർന്ന അളവിൽ സാന്നിധ്യം വെളിപ്പെടുകയുണ്ടായി. 19-ാം തീയതി ഏപ്രിൽ 19-ാം തീയതി ആ മീറ്റിംഗ് നോൺ സ്റ്റോപ്പായി, അവസാനിപ്പിക്കുവാൻ കഴിയുന്നില്ല. 24 hours രാവും പകലും അവിടെ മീറ്റിങ്ങുകൾ നടക്കുകയാണ്. പകൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടി 20-ാം തീയതി പകൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടി പാസ്റ്റർ റൈസൺ തോമസ് ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രവേശിച്ചു. ആ ശുശ്രൂഷകൾ രാത്രി 12 മണി വരെ നീണ്ടുപോകുകയുണ്ടായി. അതിനുശേഷവും അടുത്ത ആൾ ശുശ്രൂഷിക്കുവാൻ തുടങ്ങി. അങ്ങനെ നോൺ സ്റ്റോപ്പായി. 20-ാം തീയതിയാണ് ഞാൻ വീണ്ടും മടങ്ങിച്ചെല്ലുന്നത്. തലയാഴ്ചയിൽ ഞാൻ അവിടെ ചെന്ന് ശുശ്രൂഷിച്ചു. അവിടെ ചെന്ന് ശുശ്രൂഷിച്ചതിന് ശേഷം ഞാൻ മടങ്ങി ഭവനത്തിലേക്ക് വന്നു. എന്നാൽ വെള്ളിയാഴ്ച 19-ാം തീയതി രാത്രിയിൽ എനിക്ക് അവിടുന്ന് അറിയിപ്പ് ലഭിച്ചു, ഒരു ചലനം ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. ഈ ചലനത്തിൻ്റെ ഭാഗമാകുവാനുള്ള ഒരു വിളി എൻ്റെ മേലും വന്നു. ഒരു കോളിംഗ് സ്വർഗത്തിൽ നിന്നാണ് വന്നത്. അവരെന്നെ വിളിച്ചതല്ല. എനിക്ക് യഥാർത്ഥത്തിൽ പോകണമെന്ന് താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ സ്വർഗത്തിൽ നിന്നൊരു കോളിംഗ് വന്നതുപോലെയായിരുന്നു. ഞാൻ പൊടുന്നനെ തീരുമാനമെടുത്തു, അവിടേക്ക് പോകാം, ഒന്ന് കണ്ട് പെട്ടെന്നെങ്കിൽ പോരാമെന്ന് കരുതിയാണ് ഞാൻ അവിടേക്ക് പോയതെന്നാൽ പിന്നീട് എനിക്ക് മടങ്ങി വരുവാൻ കഴിയാത്ത നിലയിൽ ഞാനും ആ ഉണർവിൻ്റെ ഭാഗമായി തീർന്നു. ശനിയാഴ്ച രാത്രിയിലാണ്, അർദ്ധരാത്രിയിലാണ് ഞാൻ അവിടെ എത്തിച്ചേരുന്നത്. ഞായറാഴ്ചയിൽ ആ ഉണർവ് തുടരുകയാണ്. അതിനുശേഷം അതൊരു നോൺ സ്റ്റോപ്പ് മീറ്റിംഗ് ആയിട്ട് മാറി. ആ ചേർച്ചിനകത്തുള്ള ലൈറ്റ്സ് ഏകദേശം ഒരു 20 ദിവസത്തോളം ഓഫ് ചെയ്തിട്ടില്ല. ആദ്യത്തെ ഒരു 20 ദിവസത്തോളം ആ മീറ്റിങ്ങിൽ പൂർണ്ണമായിട്ടും നോൺ സ്റ്റോപ്പായിരുന്നു. ലൈവ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നോൺ സ്റ്റോപ്പായിരുന്നു. 20 ആയിരിക്കില്ല, 20-25 ദിവസത്തോളം. അപ്പോൾ ആ ദിവസങ്ങളിൽ ആ ചേർച്ചിനകത്ത് ലൈറ്റ്സ് ഓഫ് ചെയ്തിട്ടില്ല, സൗണ്ട് സിസ്റ്റം ഓഫ് ചെയ്തിട്ടില്ല, കീബോർഡ് ഓഫ് ചെയ്തിട്ടില്ല. ക്യാമറകൾ ചിലപ്പോൾ മാറി മാറി ഉപയോഗിക്കുന്നത് കൊണ്ട് ചില ക്യാമറകൾ ഓഫ് ചെയ്യാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. എയർ കണ്ടീഷൻ ഓഫ് ആയിട്ടില്ല. യൂട്യൂബ് ലൈവ് നടത്തുന്ന ആ എക്യുപ്മെൻറ്റുകൾ 75 ദിവസം ഓഫായിട്ടില്ല. 75 ദിവസം ലൈവ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. 75 ദിവസം ആ എക്യുപ്മെൻറ്റുകൾ ഓഫായിട്ടില്ല. ഇതെല്ലാം ഒരു അത്ഭുതമാണ്, മഹാത്ഭുതമാണ്. നമ്മുടെ വീട്ടിൽ ഒരു മോട്ടോർ അല്ലെങ്കിൽ വെള്ളം പമ്പ് ചെയ്യുന്നൊരു മോട്ടോർ ഓൺ ചെയ്തിടുകയാണെങ്കിൽ, ഒരു 2 ദിവസം തുടർച്ചയായിട്ട് ഓൺ ചെയ്തിടുകയാണെങ്കിൽ കത്തിപ്പോകും, ചൂട് പിടിച്ച് കത്തിപ്പോകും. ഞാനിങ്ങനെ കരുതുകയാണ്, ഈ ലൈവ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ് 75 days നോൺ സ്റ്റോപ്പായിട്ട് അതെങ്ങനെ പ്രവർത്തിച്ചു?
ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അതിനകത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ചൂടുപിടിച്ച് കത്തിപ്പോവുകയോ അല്ലെങ്കിൽ കേടുവരികയോ ഒക്കെ ചെയ്യുവാൻ സാധ്യതയില്ലേ? അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ ലൈവ് കട്ടാകുമായിരുന്നു. എന്നാൽ 75-ാമത്തെ ദിവസം ഡൽഹിയിൽ 75-ാമത്തെ ദിവസത്തിൻ്റെ സെലിബ്രേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഒന്നാമത്തെ ലൈവ് കട്ട് ചെയ്തത്. 75 days നോൺ സ്റ്റോപ്പായിട്ട് ആ പ്രക്ഷേപണം മുന്നോട്ട് പോകുവാൻ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചില്ലേ? ഉണർവ് ശക്തമായി കഴിഞ്ഞപ്പോഴേക്കും ഇതിനെക്കുറിച്ചുള്ള വാർത്ത പ്രചരിക്കുകയുണ്ടായി. എല്ലാവരും മീഡിയയിലൂടെ കാണുകയാണ്. ഏകദേശം 27-ലധികം രാജ്യക്കാർ നേരിട്ട്, 27 അധികം രാജ്യമെന്ന് പറയുമ്പോൾ 27-ലധികം രാജ്യങ്ങളിലുള്ള ഇന്ത്യൻസ്, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നും വടക്കേ ഇന്ത്യയിൽ നിന്നുമൊക്കെ ഉള്ളവർ, അവർ 27 രാജ്യങ്ങളിൽ നിന്നുള്ളവരെങ്കിലും ആരെങ്കിലും ഒരാളെങ്കിലും റെപ്രസെൻറ്റ് ചെയ്ത് ഈ ബാംഗ്ലൂരിൽ കടന്നു വന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. അതിലധികം രാജ്യങ്ങളിലുള്ളവർ, ദശലക്ഷക്കണക്കിന് ആളുകൾ, 30-40 ലക്ഷം ആളുകൾ ഈ 75 ദിവസങ്ങൾക്കുള്ളിൽ അവർ മാധ്യമങ്ങളിലൂടെ ഈ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയുണ്ടായി. കടന്നു വന്ന് പങ്കെടുത്തവർ ആയിരങ്ങളായിരിക്കും, അല്ലെങ്കിൽ 10,000-ങ്ങളായിരിക്കും. മാധ്യമങ്ങളിലൂടെ പങ്കെടുത്തത് ദശലക്ഷക്കണക്കിന് ആളുകളാണ്. മില്യൺസ് ഓഫ് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പങ്കെടുക്കുകയുണ്ടായി. മറ്റ് ദേശനിവാസികൾ, ഓസ്ട്രേലിയൻസ് കടന്നു വരികയുണ്ടായി, അബോറിജിനൽസ്, ഓസ്ട്രേലിയയിലെ അബോറിജിനൽസ് കടന്നു വരികയുണ്ടായി, കനേഡിയൻസ് കടന്നു വരികയുണ്ടായി, ആഫ്രിക്കൻസ് കടന്നു വരികയുണ്ടായി. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അവിടുത്തുകാർ കടന്നു വന്നു. ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് മറ്റ് ദേശനിവാസികളും മറ്റ് രാജ്യക്കാരും ഇത് കാണുകയും ഇതിൻ്റെ ഭാഗമാകുകയും ചെയ്തു. ആ നിലയിൽ അവിടെ സംഭവിച്ചത് ദൈവപരിശുദ്ധാത്മാവിനാൽ സംഭവിച്ചൊരു വലിയ ഉണർവായിരുന്നു. ഈ എക്യുപ്മെൻറ്റുകളുടെ കാര്യങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് കേടില്ലാതെ ഈ ദിവസങ്ങളിലെല്ലാം പ്രവർത്തിച്ചത്? ഞാൻ വിശ്വസിക്കുന്ന ലൈറ്റ്സുമായി ബന്ധപ്പെട്ട ആ മേഖലയിൽ ഒരു ഏഞ്ചലിൻ്റെ പ്രൊട്ടക്ഷൻ അതിൻ്റെ മേലുണ്ടായിരുന്നു. കീബോർഡിൻ്റെ അരികിൽ ഒരു ഏഞ്ചൽ ഉണ്ടായിരുന്നു. സൗണ്ട് സിസ്റ്റത്തിൻ്റെ അരികിൽ ഒരു ഏഞ്ചൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു 8-9 വയസ്സുള്ള ഒരു പൈതൽ മീഡിയ റൂമിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ അവൻ ഓപ്പൺ ഐസിൽ കാണുകയുണ്ടായി 2 ഏഞ്ചൽസ് അവിടെ നിൽക്കുന്നു. ഒരു ബ്ലൂ ഏഞ്ചലും ഒരു സിൽവർ ഏഞ്ചലും അവിടെ നിൽക്കുകയാണ്. ആ മേശപ്പുറത്ത് ഗോൾഡൻ ഡസ്റ്റുകൾ ആ സമയത്ത് കാണാമായിരുന്നു. വളരെ വ്യക്തം. ദൂതന്മാരുടെ ശുശ്രൂഷ വളരെ സജീവമായിട്ട് ആ ഉണർവിലുണ്ടായിരുന്നു. ഉണർവ് നടക്കുന്ന എല്ലായിടങ്ങളിലും ഏഞ്ചൽസിൻ്റെ ശുശ്രൂഷ സജീവമാകും. അസൂസയിൽ ഉണർവുണ്ടായ സന്ദർഭത്തിൽ അവിടെ തീ കത്തുന്ന ദൂതന്മാർ ഇറങ്ങി വരുമായിരുന്നു. ഈ ഉണർവിൽ ഗോൾഡൻ ഏഞ്ചൽസിനെ കണ്ടു, സിൽവർ ഏഞ്ചൽസിനെ കണ്ടു, ബ്ലൂ ഏഞ്ചൽസിനെ കണ്ടു. കളർ ഉള്ള, ഇതുപോലെ ഗോൾഡൻ കളറും ബ്ലൂ കളറും ഒക്കെയുള്ള ഏഞ്ചൽസ് ഉണ്ടോ എന്ന് ചിലർ ചോദിക്കുകയുണ്ടായി. ബൈബിളിൽ അതിനകത്ത് തെളിവുണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി. എഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലൊക്കെ ശ്രദ്ധിച്ചു വായിക്കുകയാണെങ്കിൽ വൈറ്റ് കളർ ഏഞ്ചൽസ് മാത്രമല്ല, വെളിച്ചത്തിൻ്റെ നിറമുള്ള അല്ലെങ്കിൽ വൈറ്റ് കളർ ആ നിലയിലുള്ള ഏഞ്ചൽസ് മാത്രമല്ല, വ്യത്യസ്തമാകുന്ന നിറമുള്ള ഏഞ്ചൽസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. സെറാഫീംസിനെ ശ്രദ്ധിച്ചാൽ മതി. സെറാഫീം എന്നുള്ള വാക്ക് വരുമ്പോൾ തന്നെ ബേൺ വിത്ത് ഫയർ എന്നല്ലേ, അവർ അഗ്നി ക്യാരി ചെയ്യുന്നവരാണ്. സഖറിയാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ തന്നെ തീമതിൽ എന്ന് പറയുമ്പോൾ, നഗരത്തിനു ചുറ്റും അവിടുന്ന് തീമതിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തീ പോലെ കത്തുന്ന ദൈവദൂതന്മാരുടെ കാവൽ അവിടെ ലഭിക്കുന്നുണ്ട്. ദൂതന്മാരാണ് അവിടെ മതിൽ പോലെ നിൽക്കുന്നത്. ദൈവദൂതന്മാരുടെ ശുശ്രൂഷ അവിടെ വളരെ സജീവമായിരുന്നു. ബ്ലൂ കാണിക്കുന്നത് ഗ്ലോറിയാണ്. ആ റിവൈവൽ ഒരു ഗ്ലോറി റിവൈവലായിരുന്നു. സിൽവർ കാണിക്കുന്നത് റിഡംഷനെയാണ്. റിഡംഷൻ ആൻഡ് റിസ്റ്റോറേഷനാണ്. വളരെ വലിയ റിസ്റ്റോറേഷൻസ് ആ ശുശ്രൂഷകളിൽ സംഭവിച്ചു. ഗോൾഡൻ കളർ റെപ്രസെൻറ്റ് പ്രോസ്പെറിറ്റി, കപ്പാസിറ്റി ടു അഡ്വാൻസ്മെൻറ്റ്, പുരോഗമിക്കുവാൻ വേണ്ടിയുള്ള ത്രാണിയാണ് പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത്. അതൊരു വലിയ പുരോഗതിയായിരുന്നു. അവിടെ കടന്നു വന്നവർക്കൊക്കെയും പുരോഗമിക്കുവാനുള്ള ത്രാണി ദൈവത്തിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. അങ്ങനെ ആ ഉണർവിൽ വന്ന അനേകർക്ക് അവരുടെ വ്യക്തിപരമാകുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ഉൾപ്പെടെ
മറുപടി ലഭിക്കുകയും രോഗികൾ സൗഖ്യമാകുകയും അനേകർക്ക് യേശുവിനെ കണ്ടുമുട്ടുവാനും യേശുവിലേക്ക് അടുത്തു വരുവാനും മാത്രമല്ല അനേകരുടെ മേൽ വലിയ പകർച്ചകൾ സംഭവിച്ചു. 2 കാര്യങ്ങളായിരുന്നു ഈ ഉണർവിൽ മുന്തി നിന്നത്. ഓരോ ഉണർവിനും പ്രധാനപ്പെട്ട ചില ഫോക്കസുകൾ ഉണ്ടാകും. പെൻസക്കോളയിൽ സംഭവിച്ചത് ഒരു വലിയ കൂട്ടം ആളുകൾ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുകയുണ്ടായി. അസൂസയിലും സംഭവിച്ചത് മിഷൻസാണ്. ലോകത്തിൽ ഉള്ള ലോകരാജ്യങ്ങളിലേക്ക് മിഷണറിമാർ പോയ ഒരു ഉണർവായിരുന്നു, സഭകൾ സ്ഥാപിതമായ ഒരു ഉണർവായിരുന്നു അസൂസ സ്ട്രീറ്റ് റിവൈവൽ എന്ന് പറയുന്നത്. വെയിൽസ് റിവൈവൽ ഒരു വലിയ മാനസാന്തരത്തിൻ്റെ റിവൈവലായിരുന്നു. എന്നാൽ ബാംഗ്ലൂർ റിവൈവലിൽ സംഭവിച്ചത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഇൻറ്റിമസി, യേശുക്രിസ്തുവുമായിട്ടുള്ള അടുപ്പം, അഗാധമാകുന്ന സ്നേഹം വർദ്ധിച്ച ഒരു ഉണർവായിരുന്നു ബാംഗ്ലൂർ റിവൈവൽ. 2, ഇമ്പാർട്ടേഷൻ. ഈ ഉണർവിൻ്റെ ആരംഭ ദിവസങ്ങളിൽ നിശബ്ദമായ ആളുകളിരിക്കും. മണിക്കൂറുകൾ, 3 മണിക്കൂറൊക്കെ ആ ചർച്ചിനകത്ത് ആളുകൾ നിശബ്ദമായിരിക്കുകയാണ്. ആർക്കും പോകണ്ട. സ്പർശിക്കത്തക്ക നിലയിലുള്ള സാന്നിധ്യം വെളിപ്പെടുകയാണ്. ടാഞ്ചിബിൾ പ്രസൻസ് അവിടെ വെളിപ്പെടുകയാണ്. അതിനകത്ത് നിശബ്ദമായിരിക്കുകയാണ്. നിശബ്ദമായിരിക്കുമ്പോൾ അവരതുമിതുമല്ല ചിന്തിക്കുന്നത്. അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൽ കൂടെയുള്ള ചിന്തകളും അവരുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തെ പരിശോധനകൾക്ക് വിധേയമാക്കുകയും അതോടൊന്നിച്ച് ദൈവശബ്ദം കേൾക്കുകയും ചെയ്യുന്ന നിലയിലാണ് അവർ 2-3 മണിക്കൂർ നിശബ്ദമായിരുന്നത്. അത്ഭുതകരം, മഹാത്ഭുതകരം. ഇത് ഇൻറ്റിമസിയുടെയും ഇമ്പാർട്ടേഷൻ്റെയും റിവൈവലായിരുന്നു. അങ്ങനെ മനസ്സിലാക്കിയതുകൊണ്ടാണ് ബാംഗ്ലൂരിൽ തന്നെ 2 ദിവസത്തെ ഇമ്പാർട്ടേഷൻ സർവീസ് വെച്ചത്. പകർച്ചയുടെ ശുശ്രൂഷകൾ വെച്ചു. 1000കണക്കിന് ആളുകൾ കടന്നു വരികയുണ്ടായി. 1000കണക്കിന് ആളുകൾ കടന്നു വന്ന് അവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടു. അനേകം ദൈവദാസന്മാർ ഒരുമിച്ച് നിന്ന് ശുശ്രൂഷിച്ചു കഴിഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു സ്വർഗീയമാകുന്ന പകർച്ച ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടായി. ഞങ്ങളെല്ലാം അത് അനുഭവിക്കുന്നു. എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. ഞാൻ ആ ശുശ്രൂഷയുടെ ഭാഗമായതോടുകൂടെ എനിക്ക് വലിയ വ്യത്യാസം എൻ്റെ ശുശ്രൂഷയിൽ കാണാൻ കഴിയുന്നു. വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ അവിടുത്തെ ആശീർവാദങ്ങളുടെ അടുത്തൊരു തലത്തിലേക്ക്, ഒരു പ്രതലത്തിലേക്ക് കയറിപ്പോകുവാൻ കഴിഞ്ഞ ഒരു ആത്മീക ഉണർവായിരുന്നു ബാംഗ്ലൂർ ഹോളി സ്പിരിറ്റ് റിവൈവൽ. ഇന്നും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 100 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇനി 150-ാം ദിവസം, 200-ാം ദിവസം വലിയ വലിയ കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. 75-ാമത്തെ ദിവസം നടന്ന മീറ്റിംഗ്, ഡൽഹിയിൽ വെച്ച് നടന്ന മീറ്റിംഗ് അസാധാരണമാകുന്നൊരു പകർച്ചയുടെ മീറ്റിംഗ് ആയിരുന്നു. വലിയ പകർച്ചകൾ, ദൈവത്തിൽ നിന്നുള്ള വളരെ വിലപിടിപ്പുള്ള കാര്യങ്ങൾ പകരപ്പെടുകയുണ്ടായി. ഈ ഉണർവിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പുതിയ നിര, ചെറുപ്പക്കാരുടെ ഒരു പുതിയ നിര എഴുന്നേറ്റ് വന്നു. ശുശ്രൂഷയിൽ ഞങ്ങളെ സഹായിക്കുവാൻ തന്നെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുവാനുമൊക്കെ ഞങ്ങളോടൊപ്പം ചേർന്ന് വന്ന ചില ചെറുപ്പക്കാരുടെ മേലുള്ള ശുശ്രൂഷകൾ അവർ വഹിക്കുന്നത് എന്ത് എന്ന് വെളിപ്പെട്ടു വരികയുണ്ടായി. നല്ല ഫലങ്ങളിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഫലമാകുന്നു ഈ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചുകളിലും പരിശുദ്ധാത്മചലനമുണ്ടായി. അവർക്കാർക്കും മീറ്റിംഗ് അവസാനിപ്പിക്കുവാൻ കഴിയാത്ത നിലയിലുള്ള അനുഭവങ്ങൾ അവരുടെ ചർച്ചുകളിലുണ്ടായി. ചില ചർച്ചുകളിൽ ആത്മസാന്നിധ്യം വന്നിട്ട് അവർക്ക് പരിമിതികളുണ്ട്, സമയത്തിന് പരിമിതികളുണ്ട്. ആ സമയം കഴിഞ്ഞും അവർ ആരാധന മുന്നോട്ട് പോവുകയാണ്. അവർക്ക് ഓഡിറ്റോറിയം വിട്ടുകൊടുക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അവർക്ക് നിർത്താൻ കഴിയുന്നില്ല. വീടുകളിൽ ദൈവസാന്നിധ്യം. ചിലർ പറയുന്നത് രാത്രിയിൽ ഇരുന്ന് കഴിയുമ്പോൾ ഒരു അല്പസമയം ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ച് ഓൺ ചെയ്തിട്ട് മീഡിയയുടെ മുൻപിൽ ഇരിക്കുമ്പോൾ, ടി വിയുടെ മുൻപിൽ ഇരിക്കുമ്പോൾ പിന്നെ കണ്ണു തുറക്കുമ്പോൾ രാവിലെ 6 മണിയായി. രാത്രി മുഴുവൻ ഇരുന്ന് ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രോഗസൗഖ്യം അനുഭവിച്ചവർ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബാംഗ്ലൂർ റിവൈവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പുസ്തകം എഴുതുവാനുള്ള കാര്യങ്ങൾ ബാംഗ്ലൂർ റിവൈവൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം ഒരു ടേസ്റ്റ് മാത്രമായിരുന്നു, ഒരു രുചിക്കുവാൻ വേണ്ടിയുള്ള ഒരു സമയം മാത്രമായിരുന്നു. വലിയ കാര്യങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂ. ഒരു വലിയ റിവൈവൽ പൊട്ടിപ്പുറപ്പെടുവാൻ പോകുകയാണ്. ബാംഗ്ലൂർ റിവൈവലിൻ്റെ ഹബ്ബാകുവാൻ പോകുന്നു. ബാംഗ്ലൂരിൽ ഒരു വലിയ ഹിസ്റ്റോറിക്കായിട്ടുള്ള റിവൈവൽ ചലിക്കാൻ പോകുകയാണ്. നിങ്ങൾ പ്രാർത്ഥനയിൽ തന്നെ മുന്നേറുക. നിങ്ങൾക്കൊക്കെയും ഈ ഉണർവിൻ്റെ ഭാഗമാകുവാൻ കഴിയും. കർത്താവ് നിങ്ങളെ ഈ ഉണർവിൻ്റെ ഭാഗമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്.
നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഉണർവുകൾ പൊട്ടിപ്പുറപ്പെടട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ഉണർവിൻ്റെ ഒരു പകർച്ച ഉണ്ടാകട്ടെ, ഒരു ഇമ്പാർട്ടേഷൻ ഉണ്ടാകട്ടെ. ആത്മാവിൻ്റെ തീ അവരുടെ മേൽ കത്തട്ടെ. സാന്നിധ്യത്തിൻ്റെ അളവ് വർദ്ധിക്കട്ടെ. വലിയൊരു അടുപ്പത്തിലേക്ക്, ഇൻറ്റിമസിയിലേക്ക്, ആഴമേറിയൊരു ഇൻറ്റിമസിയിലേക്ക് ഈ പ്രിയപ്പെട്ടവർ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ അത്ഭുത ചലനങ്ങളെ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ചും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. ഹാർട്ട് ഡിസീസസ് സൗഖ്യമാകട്ടെ. പാൽപിറ്റേഷൻ യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. കരൾ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. എല്ലാ കരൾ ട്രാൻസ്പ്ലാന്റേഷനെയും ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ലിവറിൻ്റെ മേൽ അത്ഭുത സൗഖ്യം സംഭവിക്കട്ടെ. ഉദര സംബന്ധമാകുന്ന രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ വിട്ടുപോകട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആരെയോ കർത്താവ് ഇപ്പോൾ തൊടുന്നു. ആ കാലുകളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. അസ്ഥിമാംസപേശികളിൽ ഇപ്പോൾ സൗഖ്യം സംഭവിക്കട്ടെ. രക്തസംബന്ധമാകുന്ന രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. മഹാത്ഭുതങ്ങൾ കർത്താവാകുന്ന യേശു ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുന്നവർക്ക് വേണ്ടി കർത്താവേ അങ്ങ് പ്രവർത്തിക്കണമേ. അവർക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറന്നു കൊടുക്കണമേ. യേശുവിൻ നാമത്തിൽ അത്ഭുത വഴികൾ തുറക്കപ്പെടട്ടെ. അത്ഭുത വഴികൾ തുറക്കപ്പെടട്ടെ. ജോലിയില്ലാത്തവർക്ക് വേണ്ടി അത്ഭുത വഴികൾ തുറക്കപ്പെടട്ടെ. യേസ് ലോർഡ് ജീസസ്, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്, ഹല്ലേലൂയ. അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. സാമ്പത്തിക കടബാധ്യതയിലായിരിക്കുന്നവരെ വിടുവിക്കണമേ, വിടുവിക്കണമേ. ലക്ഷക്കണക്കിന് രൂപ ബാധ്യതകളുടെ നടുവിലായിരിക്കുന്നവർ അവരെ വിടുവിക്കണമേ. ആത്മഹത്യയുടെ ശക്തി വിട്ടുപോകട്ടെ. ക്ഷീണം മനസ്സിൽ സംഭവിക്കുമ്പോൾ, നിരാശ മനസ്സിൽ കയറുമ്പോൾ അത് മുഖാന്തരമായ ആത്മഹത്യാ ചിന്തകൾ വരുന്നത് യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. ആത്മഹത്യയുടെ ബന്ധനങ്ങളെ പൊട്ടിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവുമായി വ്യക്തിപരമാകുന്ന ബന്ധമില്ലാത്ത ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഇപ്പോൾ യേശുവിനെ നിങ്ങൾ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ. ഈ സന്ദേശം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ വിനയപരിശ്രമം ഓർപ്പിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വിനയപരിശ്രമം ഓർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. ഹോളി സ്പിരിറ്റ് റിവൈവൽ അയർലൻഡിൽ ഇൻ ക്രൈസ്റ്റ് ചർച്ച് ഡബ്ലിനിലെ ഇൻ ക്രൈസ്റ്റ് ചർച്ചിൽ ഹോളി സ്പിരിറ്റ് റിവൈവൽ നടക്കുന്നു. ഓഗസ്റ്റ് മാസം 2, 3, 4 ദിവസങ്ങളിൽ കർത്താവിൽ ശ്രേഷ്ഠരാകുന്ന ദൈവദാസന്മാർ ഒരുമിച്ച് ശുശ്രൂഷിക്കുകയാണ്. ആ ഉണർവ് ലോകവ്യാപകമായി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉണർവുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ നിങ്ങൾ കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കുക. മാത്രവുമല്ല, റിവൈവലിനെ നിങ്ങളുടെ ചർച്ചുകളിലേക്ക് നിങ്ങൾക്ക് വഹിച്ചു കൊണ്ടുപോകുവാൻ കഴിയും. ഇൻ ക്രൈസ്റ്റ് ചർച്ച് ഡബ്ലിൻ, അയർലൻഡ്, ഓഗസ്റ്റ് മാസം 2, 3, 4 കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കുക. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റൈൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റൈൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.